Dear students, today we are moving on to the second part of Letters from the Mothers of Nenjamparambu. അപ്പോൾ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ മെഹ്ർമാൻ സാറിനെ കുറിച്ച് കണ്ടു. പിന്നീട് വി ഹാവ് സീൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എൻഡോസൾഫാൻ സ്പ്രേയിങ് ഇൻ കാസർഗോഡ് നെഞ്ചമ്പറമ്പ് ഏരിയ. അപ്പോൾ നൗ വിൽ സീ ദ ഇമ്പാക്റ്റ് ഇൻ എ ലിറ്റിൽ മോർ ഡീറ്റെയിൽഡ് വേ ഇൻ ദ സെക്കൻഡ് പാർട്ട്. So, in Nenjamparambu, one has to almost await 5 closed checkposts to reach the area. നെഞ്ചമ്പറമ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5 ചെക്ക് പോസ്റ്റുകൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഹിൽ ടോപ്പിൽ ഒരു ഫ്ലാറ്റ് ഏരിയയിലാണ് നെഞ്ചമ്പറമ്പ് എന്ന് പറയുന്ന ഏരിയ ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഈ പ്ലാന്റേഷൻ വേർ എൻഡോസൾഫാൻ ഇസ് ബീങ് സ്പ്രേഡ്. അപ്പോൾ and also the huge cement tank in which endosulfan was kept is also situated in Nenjamparambu. ഇവിടെ തന്നെയാണ് ഹെലികോപ്റ്റേഴ്സും വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇൻ ആൻഡ് അറൗണ്ട് ദിസ് ആർ സ്ട്രീംസ് ഓഫ് വാട്ടർ. അപ്പോൾ നമ്മൾ ഇത് ഹില്ലി ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ബ്യൂട്ടിഫുൾ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ട്രീംസ് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദീസ് റിവേഴ്സ് ഫ്ലോ ഡൗൺ ടു ദ ലോവർ റീജിയൻ ത്രൂ സോയിൽ, ത്രൂ റോഡ്, അങ്ങനെ മിങ്കിൾഡ് ആയിട്ടുള്ള മടി റോഡിലൂടെയൊക്കെയാണ് താഴേക്ക് ഒഴുകുന്നത്. ആൻഡ് ദർ ആർ ഓൾസോ 2 ടണൽസ്, നെയിംലി സുരംഗം ആൻഡ് തുരങ്കം. 2 മാനുവൽ മെയ്ഡ് ആയിട്ടുള്ള 2 തുരങ്കങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ടണൽസ് കൂടെ അവിടെയുണ്ട്. ഈ ടണലിൽ കൂടെ വെള്ളം ചെന്നെത്തുന്നത് ഇസ് ടു ബെല്ലൂർ വില്ലേജ്, ആഡൂർ വില്ലേജ് ആൻഡ് കൈത്തോട്. മെയിൻലി ഈ 3 വില്ലേജസിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് യു മൈറ്റ് ഹാവ് ഗോട്ട് എ ഹിൻറ്റ്. ഇത്രയും കൂടുതൽ എൻഡോസൾഫാൻ ഒരു ടാങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുക, അല്ല അതിന് ശേഷം ബാൻ ചെയ്തതിന് ശേഷം ബറി ചെയ്യപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് എൻഡോസൾഫാൻ ദാറ്റ് വിൽ ഗെറ്റ് മിക്സ്ഡ് വിത്ത് സോയിൽ ആൻഡ് വാട്ടർ ഇസ് ഇമ്മെൻസ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഇതിനടുത്തുള്ള ആൾക്കാരൊക്കെ എന്താവും, ദേ വിൽ ഗെറ്റ് അഫക്റ്റഡ്. ഓക്കെ, ദെൻ there are also natural ponds made out of the water from this streams. അപ്പം ഈ പോൺസ് ആണ് ഇറിഗേറ്റ് ചെയ്യാനും സോയിലിൻ്റെ വെർജിനിറ്റി അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക നല്ല ഫെർട്ടിലിറ്റി കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ദാറ്റ് വാട്ടർ ദാറ്റ് കംസ് ഫ്രം ദ മൗണ്ടെയ്ൻസ് ആർ റിയലി റിച്ച് ഇൻ മിനറൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ also people and animals and birds also used to quench their thirst എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക ദാഹിക്കുമ്പോൾ, എസ്പെഷ്യലി ഇൻ സമ്മർ ഫ്രം ദീസ് സ്ട്രീംസ്. അപ്പോൾ they didn't know that this water was mixed with endosulfan. അപ്പോൾ അതറിയാതെയാണ് മിക്കവാറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ സൈഡ് എഫക്റ്റ് we know. The villagers testify that the remaining endosulfan was buried in depths of streams. അപ്പോൾ വില്ലേജേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ടുള്ള, അതായത് നോട്ട് ഇൻ ദ ഹില്ലി ഏരിയ ആയിട്ട് ബറി ചെയ്യാത്ത എൻഡോസൾഫാൻ എല്ലാം ബറി ചെയ്തിട്ടുണ്ടായിരുന്നത് വാസ് ഇൻസൈഡ് ദീസ് ഡെപ്ത് ഓഫ് ദ സ്ട്രീമിനുള്ളിലേക്കാണ് എന്താണ് ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് എഫക്റ്റഡ് ദ പീപ്പിൾ ആൻഡ് ദി ആനിമൽസ് ആൻഡ് ദ ബേർഡ്സ് ടു. And we also should remember that these streams was directed. ഈ സ്ട്രീംസ് റീഡയറക്റ്റ് ചെയ്തിട്ട് കൈത്തോടാക്കിയിട്ട് എന്താ പറയുക, നമ്മൾ സ്പീഡ് കൊണ്ടും അതുപോലെ മാനുവലി വർക്ക് ചെയ്തിട്ട് കുറേ സ്ട്രീമൊക്കെ താഴെ വില്ലേജേഴ്സിന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് താഴത്തേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റീസ്ട്രീം ചെയ്തിട്ടുണ്ട്, ദിശ മാറ്റി ഒഴുക്കി വിട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് ഡൺ ബൈ എ മാൻ കോൾഡ് മമ്മച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ 1-2 സ്ട്രീമൊക്കെ താഴേക്ക് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ട് ഹീ ചേഞ്ച് ദ റൂട്ട് ഓഫ് ദ റിവർ സോ ദാറ്റ് ഇറ്റ് റീച്ചസ് ഹിസ് വില്ലേജ്. long ago before endosulfan was used, he did it for his village so that they get good water for their crops as well as for their household work. അതിനു വേണ്ടി ചെയ്തതായിരുന്നു. പക്ഷെ പിന്നീട് ആ വെള്ളം കുടിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. വിത്ത് ഹിസ് സ്പേഡ്, ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൈക്കോട്ട് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഹി റീഡയറക്റ്റഡ് ദ സ്ട്രീം ടു ദ വില്ലേജ്. ബട്ട് ഫോർ ഹിസ് വെരി മച്ച് എന്താ പറയുക ബാഡ് ഡെസ്റ്റിനി,
വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതാണ്. ബിക്കോസ് ഓഫ് ദി സ്ട്രീം റീഡയറക്റ്റഡ് ടു ദ വില്ലേജ്, ദ വില്ലേജ് വാസ് റീനെയിംഡ്. കൈത്തോട് എന്നാണ് പിന്നീട് ആ വില്ലേജ് അറിയപ്പെടുന്നത്. നേരത്തെ ഞാൻ ആ ടേം യൂസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് വിട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക വില്ലേജിനെ നമ്മൾ വിളിക്കുന്നത് കൈത്തോട് എന്നാണ്. ഒരു കൈത്തോട് ഒഴുകി എത്തുന്ന വില്ലേജ് എന്നുള്ളതുകൊണ്ട്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ്, the bad part of this is that he has worked so hard to make his village free of water scarcity. വെള്ളം ഇല്ലാതിരിക്കുക എന്നുള്ളൊരവസ്ഥയിൽ നിന്നും വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും സ്ട്രെയിൻ എടുത്തത്. പക്ഷേ ഹിസ് ഗുഡ് ഡീഡ് റിസൾട്ടഡ് ഇൻ സംതിങ് ബാഡ്. As endosulfan was buried in the depth of the streams, and as well as it was there in many areas buried inside the soil, that got mixed with the water. അപ്പോൾ അത് വെള്ളത്തിൽ ആവുകയും അത് വെള്ളത്തിൽ കമ്പൈൻഡ് ആവുകയും ഹിസ് ഡോട്ടേഴ്സ് ചിൽഡ്രൻ, അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഹാജറ എന്നാണ്. ഐ ഡിഡൻറ്റ് മെൻഷൻ ദാറ്റ് ഇൻ ദ സ്ലൈഡ്. സോ ഹാജറയുടെ മക്കളെല്ലാം എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ട് മാറുകയാണ്. സോ അതിൽ ഒരു ഡോട്ടർ ഉണ്ട്, ഉമ്മൈബത്ത് ഷാരിയ ഇസ് ഹർ നെയിം. ഷീ ഹാഡ് എ വെരി ബിഗ് ഹെഡ് ബൈ ബർത്ത്. ഭയങ്കര എൻലാർജ്ഡ് ആയിട്ടുള്ള ഹെഡാണുള്ളത്. ആൻഡ് യു നോ, ഈവൻ ഇഫ് വി ഹാവ് എ ഹെഡ് ഏക്ക്, ഹൗ ഹെവി വി ഫീൽ അബൌട്ട് ആ ഹെഡ്. തിങ്ക് ബൈ ബർത്ത് ഒരാൾക്ക് വലിയ തലയാണ്, ആൻഡ് ഇറ്റ്സ് ടു ഹെവി ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് പെയിൻ. ആൻഡ് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവുക എന്നുള്ളതല്ല, ബിക്കോസ് ഇറ്റ്സ് ടു പെയിൻഫുൾ, ഇറ്റ്സ് ഓൾവേസ് ഏക്കിങ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടി കുറേ കാലം ജീവിച്ച് ഷീ പാസ്ഡ് അവേ ഇൻ ജൂലൈ 2012. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ടു ഹിസ് ഡോട്ടേഴ്സ് ഡോട്ടർ. നല്ലൊരു കാര്യം ചെയ്തതിന് എന്താ പറയുക, ഒരു ശാപം എന്ന് വന്നതുപോലെ, അല്ലെ തിരിച്ചടി എന്ന് പറയുന്നത് പോലെ അതിൽ എൻഡോസൾഫാൻ മിക്സ് ആയതുകൊണ്ട് സംഭവിച്ചത് ഇതാണ്. ദെൻ വി കനോട്ട് ബ്ലെയിം അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് ഹിയർ. സയൻറ്റിസ്റ്റുകൾ എൻഡോസൾഫാൻ കണ്ടുപിടിച്ചു, അവർ കണ്ടുപിടിച്ചിട്ടാണ് എന്ന് പറയുന്നതിനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദ തിങ് വി ക്യാൻ സേ ഇസ് ദാറ്റ് ദ പീപ്പിൾ ഹൂ യൂസ് ഇറ്റ് മിസ്യൂസ്ഡ് ഇറ്റ്. ഗവൺമെൻറ്റാണ് മിസ്യൂസ് ചെയ്തത്. ഫേറ്റൽ അൺസ്ക്രൂപ്ലസ് ഗ്രീഡ്. ഫേറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടേക്കിംഗ് ആണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ട് അൺസ്ക്രൂപ്ലസ് ഗ്രീഡ്, ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താ പറയുക ആഗ്രഹം കൊണ്ട്, ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം കൊണ്ട് ടെറർ സ്പ്യൂയിങ് ആക്ടിവിറ്റീസ് അഴിച്ചുവിടുകയായിരുന്നു. ടെറർ സ്പ്യൂയിങ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എൻഡോസൾഫാൻ യൂസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും അവിടുത്തെ ആൾക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് അവിടെ തന്നെ കുഴിച്ചിടുക, എന്നിട്ട് ഇല്ലീഗലായിട്ട് വീണ്ടും യൂസ് ചെയ്യുക. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത് ബോത്ത് ഗവൺമെൻറ്റ്സ് ആണ്, നോട്ട് ഓൺലി ദ സ്റ്റേറ്റ് ബട്ട് ഓൾസോ ദ സെൻട്രൽ ഗവൺമെൻറ്. സോ ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ്. അവിടുത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ദെൻ സുപ്രീം കോർട്ട് ഡയറക്റ്റ് 2-3 കേസ് സ്റ്റഡീസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്റ്റഡ് കേസ് സ്റ്റഡി, ആൻഡ് ദേ കളക്റ്റഡ് ദ സാമ്പിൾസ്, ബ്ലഡ് സാമ്പിൾസ് ഓഫ് പീപ്പിൾ ഇൻ നെഞ്ചമ്പറമ്പ്, ആൻഡ് ദേ ഫൗണ്ട് ദാറ്റ് all the blood samples contained endosulfan content. That was really shocking. പിന്നെ അടുത്തത് KCTE എന്ന് പറഞ്ഞാൽ കേരള സയൻസ് കോർപ്പറേഷൻ ആൻഡ് എന്താ പറയുക ലേണിംഗ് സെൻറ്ററാണ്. അപ്പം ആ കമ്മീഷനും അതുപോലെ അന്വേഷിച്ച സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓൾസോ ഫൗണ്ട് ദാറ്റ് എൻഡോസൾഫാൻ ലെവൽസ് ഇൻ, അത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ടീമാണ് KSTE എന്ന് പറയുന്നത്, ചെക്ക് ഫോർ ദ ഫുൾ ഫോം ഇൻ ടെക്സ്റ്റ് ബുക്ക്. ആൻഡ് വെൻ ദേ സ്റ്റഡീഡ് അബൌട്ട് ദിസ്, ദേ ഓൾസോ ഫൗണ്ട് ദാറ്റ് ദർ വാസ് ലാർജ് എമൗണ്ട് ഓഫ് എൻഡോസൾഫാൻ ഇൻ സോയിൽ ആൻഡ് വാട്ടർ ടു. വാട്ടറിലും സോയിലും ഈ പറഞ്ഞ സംഭവത്തിൻ്റെ കണ്ടൻറ് ഉണ്ട്, എൻഡോസൾഫാൻ്റെ കണ്ടൻറ് ഉണ്ടെന്ന് ദേ റിയലൈസ്ഡ്. ബട്ട് one thing they knew was that എൻഡോസൾഫാൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വാസ് ജസ്റ്റ് 88 days. അതായത് ആൽഫ ടൈപ്പ് എൻഡോസൾഫാൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 88 days-ഉം ബീറ്റ എൻഡോസൾഫാൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 40 days-ഉമാണ്. But when they made this case study after 10 years to this content of endosulfan was there in the soil. അപ്പോൾ അതെങ്ങനെ വെറും 88 ദിവസം മാത്രം സോയിലിൽ നിൽക്കുന്ന, അല്ലെ 40 days മാത്രം സോയിലിൽ നിൽക്കുന്ന എൻഡോസൾഫാൻ എങ്ങനെ 10 വർഷം നിലനിന്നു എന്നുള്ളതാണ്. ദിസ് വാസ് റിയലി ഷോക്കിംഗ്. Kamalaksha Kokkal was the director of KCTC, deputy director of KCTC case study, and he found out that
ഫുഡ് ചെയിനിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് എൻഡോസൾഫാൻ എന്നാണ്. അതായത് സോയിലിൽ ഇത് ഓൾറെഡി എൻഡോസൾഫാൻ കണ്ടെയ്ൻ ചെയ്തതുകൊണ്ട് തന്നെ ട്രീസ് ഓർ പ്ലാന്റ്സ് ഇംബൈബ്ഡ് ദിസ്, അവർ അബ്സോർബ് ചെയ്യുകയും അത് വെജിറ്റബിൾസിലേക്ക് കടക്കുകയും ഫ്രൂട്ട്സിലേക്ക് കടക്കുകയും അത് കഴിച്ചിരുന്ന ബേർഡ്സിൻ്റെ ശരീരത്തിൽ അതെത്തി. അതുപോലെ തന്നെ അത് കഴിച്ചിരുന്ന മനുഷ്യരുടെ ശരീരത്തിൽ അതെത്തി. നമ്മൾ നേരത്തെ വി ഹാവ് സീൻ ദാറ്റ് ദിസ് വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ അവർ ടിഷ്യൂസ് ആൻഡ് സെൽസ്. അങ്ങനെ സംഭവിച്ചിട്ടാണ് ഇതൊരു സൈക്ലിക്കൽ മാനറിൽ രക്ഷപ്പെടാതെ ഇവരുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നതെന്ന് മനസ്സിലായി. When we study this report of endosulfan in soil and water and also in the blood samples, ഈ രണ്ട് സ്റ്റഡീസും കൂടെ നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ, അതായത് KSCTEയുടെ സ്റ്റഡിയും അതുപോലെ തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെല്ലിൻ്റെ സ്റ്റഡിയും ഒരുമിച്ച് വെച്ച് പഠിച്ചെടുക്കുമ്പോൾ വി ക്ലിയർലി ഡു അണ്ടർസ്റ്റാൻഡ് വൈ ദർ ആർ too many deformed children in കാസർഗോഡ് ഓർ നെഞ്ചമ്പറമ്പ്. പക്ഷെ അത് മനസ്സിലാക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളതായിരുന്നു ഈ അഫിഡവിറ്റ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം. And the people who benefited out of this was mercenary profiteers, അതായത് വെറും ലാഭേച്ഛ മാത്രം ഉണ്ടായിരുന്ന ഒരുപാട് പ്രോഫിറ്റ് തിങ്കേഴ്സ് മാത്രം ഉണ്ടായിരുന്നു അഗ്രികൾച്ചറൽ സയൻസിലെ കൂട്ടത്തിലും മാത്രമല്ല ഒഫീഷ്യൽസിലും ഗവൺമെൻറ്റിലും അതുപോലെ എന്താ പറയുക ജമീന്ദാസിലും ഒക്കെ. ആൻഡ് ദീസ് പീപ്പിൾ ഡിഡൻറ്റ് ഈവൻ നോ ദാറ്റ് ഓൾമോസ്റ്റ് 11 പഞ്ചായത്സ് കെയിം ഇൻ ദ ബൗണ്ടറി ഓഫ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അത്രയും 11 പഞ്ചായത്തിലെ ആൾക്കാർ ഇതുകൊണ്ട് എഫക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് പോലും അറിയാനുള്ള കോമൺ സെൻസ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. വൺ മോർ സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് ദിസ് NIOH സ്റ്റഡിയും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റഡിയും. This study when combined proves that എൻഡോസൾഫാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സകല ഡിസീസസും പ്യുവർലി എൻഡോസൾഫാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, നോട്ട് ബിക്കോസ് ഓഫ് മിയർ ജനറ്റിക് ഡിഫക്ട്സ് എന്നുള്ളതും ക്ലിയർ ആയിരുന്നു. പക്ഷേ 92 പേജസ് ഉണ്ടായിരുന്ന NIOH സ്റ്റഡി എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ഓൾമോസ്റ്റ് സപ്രസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഡിഡ് ദേ ഡു വാസ് ദാറ്റ് വെൻ ദിസ് NIOH സ്റ്റഡി കെയിം ഔട്ട് ദേ ആക്ച്വലി സപ്രസ്ഡ് ദിസ് റിപ്പോർട്ട് ആൻഡ് പ്രൊഡ്യൂസ്ഡ് എ ന്യൂ റിപ്പോർട്ട്. അവർ പുതിയൊരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും പുതിയ രീതിയിലൊരു റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുവരികയും ആ റിപ്പോർട്ട് പ്രകാരം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സകല കൾപ്രിറ്റ്സിനെയും സേഫ് ആക്കുകയും ചെയ്തു. ആൻഡ് പീപ്പിൾ യെറ്റ് വേ സഫറിങ്. അതാണ് സംഭവിച്ചത്. ഹാഡ് ദ ഗവൺമെൻറ്, അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഹാവ് ടേക്കൺ ദി ഓട്ടോപ്സി ഓഫ് ദ വിക്ടിംസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റഡി, അത് അറ്റ്ലീസ്റ്റ് ഡെഡ് പീപ്പിളിന് എന്താ പറയുക കൃത്യമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ എന്താ പറയുക വിക്ടിംസിൻ്റെ ബ്ലഡ് സാമ്പിളും അതുപോലെ അവരുടെ കണ്ടീഷൻസിൻ്റെ സാമ്പിളും എടുത്ത് കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ടോട്ടലി ഡിഫറെൻറ്റ്. ദേ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ സിറ്റുവേഷൻ ഇൻ ഡീറ്റെയിൽ ആൻഡ് ദേ കുഡ് ഹാവ് കൺട്രോൾഡ് ഇറ്റ്, ബട്ട് ദേ വെർ നോട്ട് റെഡി ഫോർ ദാറ്റ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൻ്റെ അൺസർട്ടനിറ്റി ഓർ ലാർജ്നെസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ വെൻ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വാസ് സാങ്ഷൻഡ്, നിങ്ങളിപ്പോൾ കേൾക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാസർഗോഡ്, അവർ വെച്ചിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they said that when 300 acres of land was given in Kasargod Peria region, they told they don't want endosulfan contained regions in it. അപ്പോൾ എൻഡോസൾഫാൻ ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ആ ലാൻഡ് ആവശ്യമുള്ളൂ എന്ന ഒരു അവകാശം മുന്നോട്ട് വെച്ചിരുന്നു. ആൻഡ് വി നോ ലേറ്റർ യൂണിവേഴ്സിറ്റി കെയിം അപ്പ്, ഇത് അതിന് മുന്നേ ഉള്ളതാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് സിവിൽ റൈറ്റ്സിനെ വരെ ആൾക്കാർ ഈ പെസ്റ്റിസൈഡ്സ് കൊണ്ട് ബാധിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ കോമൺ റൈറ്റ് ടു ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് വരെ ഇത് ഹിൻഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. Now when we come to the conclusion of the chapter, that is this is actually what happening in Kasargod is a dance of death. മരണം നൃത്തം ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഈ അഫിഡവിറ്റ് സമർപ്പിക്കുമ്പോൾ കാസർഗോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആൻഡ് ദേ സേ ദാറ്റ് ദ പീപ്പിൾ ഹു സബ്മിറ്റ് ദിസ് അഫിഡവിറ്റ് റിക്വസ്റ്റ് ദാറ്റ് സുപ്രീം കോർട്ട് ഷുഡ് സീ ദിസ് അഫിഡവിറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സത്യവാങ്മൂലം കാണേണ്ടത് ഈസ് ഫ്രം ദ ബിഹാഫ് ഓഫ് ഇൻഫൻസ് ഫ്രം കാസർഗോഡ്. So there we end the chapter. Thank you.